നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ജോലിക്കാർക്ക് തങ്ങളുടെ തൊഴിൽ രംഗത്ത് നിന്ന് കൂടുതൽ നേട്ടങ്ങളുണ്ടാകുന്ന മാസമാണ് ജൂൺ. സ്ഥാനക്കയറ്റം, സാമ്പത്തിക നേട്ടം, ആഗ്രഹിച്ച രീതിയിലുള്ള സ്ഥലം മാറ്റം തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനിടയുണ്ട്. പഠനം കഴിഞ്ഞ് തൊഴിലന്വേഷിക്കുന്നവർക്കും മികച്ച അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. ഇനി വിശദമായി. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ, സഹപ്രവർത്തകർ, സഹായികൾ തുടങ്ങിയവരുടെ സഹായ സഹകരണത്തോടെ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ജൂൺ മാസം തുടക്കം മുതൽ തന്നെ ജോലിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായി നിങ്ങളുടെ ബിസിനസ് ഇടപാടുകളിൽ കുടുങ്ങിക്കിടന്ന പണം കൈവശം വന്നു ചേരുന്നത് മൂലം മനസ്സമാധാനം ലഭിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ സന്താനങ്ങളുടെയോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കുവാൻ സാധ്യത വളരെയധികം കാണുന്നു. നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ ദൃഢമാകുന്നു. വിവാഹം അനുകൂലമാകുന്നു. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇനി ജോലിക്കാർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ജൂൺ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിത വിജയം കഠിനാധ്വാനത്തിലൂടെ തീർച്ചയായും നേടാവുന്നത് തന്നെയാണ്. തങ്ങളുടെ ആരോഗ്യം അവഗണിച്ച് എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നതിനാൽ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. കൂടാതെ വാഹന സംബന്ധമായും മെഷീനറികളുമായും ബന്ധപ്പെട്ടവരും വാഹനം ഓടിക്കുന്നവരും ജൂൺ മാസം ആദ്യ ആഴ്ച വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബാംഗങ്ങളുടെ ആഡംബര കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. ജോലിക്കാരായ സ്ത്രീകൾക്ക് ജോലിയും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ്സിലെ നേട്ടങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിക്കരുത്. പ്രണയജീവിതവും ദാമ്പത്യ ജീവിതവും അത്യന്തം സന്തോഷകരമായിരിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് മുന്നേറുവാനുള്ള നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ് കർമ്മമേഖലകളിലും ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായി സഹകരിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. ജോലി സംബന്ധമായ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും വിജയം പ്രതീക്ഷിക്കുന്നവർക്കും വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. കൂടാതെ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഫലം പ്രതീക്ഷിക്കുന്നവർക്കും ഉദ്യോഗലബ്ധി കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നത് ഗുണം ചെയ്യുന്നു. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ വളരെയധികം പ്രാമുഖ്യമുള്ളവരായി തീരുന്നു. അനാവശ്യമായ കാര്യങ്ങളിൽ മുഴുകി സമയം ചെലവഴിക്കാൻ ഇടയുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആർക്കും അനാവശ്യ വാഗ്ദാനങ്ങളോ സഹായങ്ങളോ നൽകാതിരിക്കുക. കാരണം ഇവയൊന്നും നിറവേറ്റുവാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, അവർ ശത്രുക്കളായി തീരുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് സംഭവിക്കുക. വിവാഹിതർക്ക് സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം കാണുന്നുണ്ടെങ്കിലും തങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം മോശമാകുന്നത് ആശങ്കയ്ക്ക് കാരണമാകാം. എന്നാൽ ചികിത്സകൾ ഫലിക്കുന്നതായും കുടുംബാംഗങ്ങളുടെ എല്ലാം ആരോഗ്യം അനുകൂലമായുമാണ് കാണുന്നത്. മംഗളകാര്യങ്ങൾ നടത്തുവാനും പുതിയ കർമ്മമേഖലകളിൽ ഏർപ്പെടുവാനുമുള്ള ശുഭകരമായ മാസമാണ് ജൂൺ 15 വരെയുള്ള സമയം എന്നതിനാൽ ഉചിതമായ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്നത് ഗുണഫലം. ഇനി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ജോലികളെല്ലാം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് അടിമുടിയുള്ള മാറ്റങ്ങളാണ് ഈ ജൂൺ മാസത്തിൽ വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വിജയം നേടുവാനായി നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. ജൂൺ അവസാന ദിവസങ്ങളിൽ തങ്ങളുടെ തൊഴിൽ രംഗത്ത് മിതമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക.
എതിരാളികൾ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ സദാ ജാഗരൂകരായിരിക്കേണ്ടത് അഭികാമ്യമാണ്. വ്യാപാര രംഗത്ത്, സാമ്പത്തിക ഇടപാടുകളിൽ എല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ജൂൺ 10 മുതൽ 25 വരെ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പണം വളരെ ശ്രദ്ധാപൂർവം ചെലവിടണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സന്താനങ്ങളുടെയോ സഹോദര സ്ഥാനീയരുടെയോ വിവാഹ കാര്യങ്ങൾക്ക് ധൃതിയോടെയുള്ള തീരുമാനങ്ങൾ ദോഷഫലങ്ങൾ നൽകുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതം. ഇനി രാജ്യസേവന രംഗത്ത്, ഭരണനിർവഹണ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായ മാസമാണിത്. നിങ്ങളോടുള്ള ബഹുമാനം, ആദരവ് എന്നിവ വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. തൊഴിൽ സംബന്ധമായ യാത്രകൾ നടത്തുന്നവർക്ക് ഗുണകരമായ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആയി വിനോദയാത്ര പോകുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന സന്തോഷകരമായൊരു മാസമാണ് ജൂൺ എന്ന് പറയാം. തങ്ങളുടെ വസ്തുസംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധിച്ചേക്കാവുന്ന മാസമാണ്. ഇതുവഴി നിങ്ങൾക്ക് വലിയ ലാഭം നേടുവാൻ സാധിക്കുന്നു. അധിക വരുമാനം നേടുവാനുള്ള മാർഗങ്ങളും കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിലവിലുള്ള സമ്പത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. തീർത്ഥാടന കേന്ദ്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള ഭാഗ്യാവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്ക് വളരെയധികം വിജയസാധ്യതയോടുകൂടിയ ഫലങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് പറയാം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്യുന്നു. പ്രണയബന്ധം പൂർവാധികം ദൃഢമാകുന്നതാണ്. ജീവിത പങ്കാളിയുമായുള്ള മാനസിക അടുപ്പം നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ മനോഹാരിത പൂർണ്ണമായും ആസ്വദിക്കുവാനുള്ള നവോന്മേഷം തന്നെ പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിത വിജയങ്ങൾ അഹങ്കാരത്തിലേക്ക് നയിക്കുവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പ്രണയബന്ധത്തിലൂടെ പുതിയ ജീവിതമാർഗങ്ങൾ തുറന്നു കിട്ടുന്നു. ജോലിക്കാരാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ പ്രകടനത്തെ അഭിനന്ദിക്കുന്ന വിധത്തിലുള്ള കർമ്മമണ്ഡല പുരോഗതി കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതായി തെളിയുന്നു. ഇനി വീട്ടമ്മമാർക്കാണെങ്കിൽ സന്താനങ്ങളെ സംബന്ധിച്ച ആധി നിങ്ങളെ അലട്ടുന്നതാണെങ്കിലും സന്താനങ്ങളുടെ ജോലി ലബ്ധിയും സന്തോഷവും നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളെ സ്വാധീനിക്കുവാനായി ശ്രമിക്കുന്ന വ്യക്തികളുമായി അതീവ ജാഗ്രത പുലർത്തേണ്ടുന്ന സമയമാണ്. വളരെ അടുത്തവർ തന്നെ നിങ്ങളെ ചതിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും ശ്രമിക്കുമെന്നതിനാൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് അഭികാമ്യമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമാധാന സംഭാഷണത്തിലൂടെ തന്നെ പരിഹരിക്കുവാൻ ശ്രമിക്കുക. സാധ്യമാവുമ്പോൾ അനാഥർക്ക് വസ്ത്രവും ഭക്ഷണവും നൽകുന്നതും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി തേങ്ങ ഉടയ്ക്കുന്നതും നിങ്ങളെ ദോഷാനുഭവങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനവും ഗുരുകാരണവന്മാരുടെ ക്ഷേമാന്വേഷണങ്ങൾ തേടി അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും ഉത്തമമാണ്. ജാതിമത ഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും
ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.